Hi, welcome to Bulb and Beaker YouTube channel. ഇലക്ട്രിക് ഡ്രൈവ്സ് ആൻഡ് കൺട്രോൾ EDCയുടെ ഇന്നത്തെ ക്ലാസ്സിൽ അതായത് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി സി മോട്ടറിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ ഇതിന്റെ ഒക്കെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. EDCയുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ AC മോട്ടറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ AC മോട്ടറിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ AC മോട്ടറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, ബ്രേക്കിംഗ് എങ്ങനെയാണ്, സ്പീഡ് കൺട്രോൾ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത കുറച്ച് വീഡിയോകളിലൂടെ നമ്മൾ DC മോട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. DC മോട്ടറിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതിന്റെ ബ്രേക്കിംഗ് എങ്ങനെയാണ്, അതിന്റെ സ്പീഡ് കൺട്രോൾ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇനിയുള്ള കുറച്ച് വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, DC മോട്ടറിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, DC മോട്ടറിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ DC മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് DC മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് ഇലക്ട്രിക്കൽ എനർജിനെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൗസ് ഹോൾഡ് പർപ്പസ് മുതൽ ചെറിയ ചെറിയ പർപ്പസ് മുതൽ ഹെവി ലോഡ്സ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വരെ ഈ DC മോട്ടർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ട് DC മോട്ടറിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സീരീസ് മോട്ടർ, ഷണ്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ, ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കൺസ്ട്രക്ഷൻ, അതേപോലെ ടൈപ്സ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് ഒക്കെ DC മോട്ടറിന്റെ വർക്കിംഗ് ഒക്കെ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അതൊന്ന് വാച്ച് ചെയ്യാം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടർ. പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടർ. ഓക്കെ, DC മോട്ടറിന്റെ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ടോർക്ക് വേഴ്സസ് ഒന്നാമത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്, IA. ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുക. ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ടോർക്ക്. ഈ സ്പീഡ് വേഴ്സസ് ടോർക്കിനെ നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. സീരീസ് മോട്ടറിന്റെ, ഷണ്ടിന്റെയും അതേപോലെ കോമ്പൗണ്ട് മോട്ടറിന്റെയും 3 ക്യാരക്ടറിസ്റ്റിക്സ്, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്, ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്, അതേപോലെ സ്പീഡ് വേഴ്സസ് ടോർക്ക്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില റിലേഷൻസ് വേണം, ചില ഇക്വേഷൻസ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഏതാന്ന് നോക്കിയാൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ EB, ബാക്ക് EMFന്റെ ഇക്വേഷൻ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. EB = P∅NZ/60A. P∅NZ/60A എന്നുള്ളതാണ് നമ്മൾ ബാക്ക് EMFന്റെ ഇക്വേഷൻ അവിടെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഈ ഒരു ബാക്ക് EMFന്റെ ഇക്വേഷന്റെ നമ്പർ ഓഫ് പോൾസ്, ഫ്ലക്സ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ ഇക്വേഷൻ നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും EB പ്രപ്പോർഷണൽ ടു, നമുക്ക് പറഞ്ഞൂടെ φN എന്ന് പറയാം. EB പ്രപ്പോർഷണൽ ടു φN എന്ന് പറയാം. ബാക്കിയൊക്കെ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ EB പ്രപ്പോർഷണൽ ടു φN. സോ N പ്രപ്പോർഷണൽ ടു, N അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പറയാം EB/φ എന്ന് പറയാം. N പ്രപ്പോർഷണൽ ടു EB/φ. ഇത് നമുക്ക് വേണ്ട ഒരു റിലേഷൻ ആണ്. നമ്മൾ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ വേണ്ട ഒരു റിലേഷൻ ആണ് N പ്രപ്പോർഷണൽ ടു EB/φ. ഇനി രണ്ടാമത്തെ റിലേഷൻ ആണ് ടോർക്ക് പ്രപ്പോർഷണൽ ടു φ × IA. ഇത് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ടോർക്ക് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്, അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സിനും അതേപോലെ സ്റ്റേറ്റാർ ഫ്ലക്സിനും അതേപോലെ ആ കണ്ടക്ടറിലൂടെയുള്ള കറണ്ട്, ആർമേച്ചർ കറണ്ടിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ
ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സും ആർമേച്ചർ കറണ്ടും കൂടുന്നതിനനുസരിച്ചാണ് ടോർക്ക് കൂടുക. ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള റിലേഷൻസ്. ഓക്കെ, ഇനി ഈ റിലേഷൻസ് വെച്ചിട്ട് നമുക്ക് ഓരോ മോട്ടറിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമുക്ക് ആദ്യം DC സീരീസ് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. 3 ക്യാരക്ടറിസ്റ്റിക്സിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ടോർക്ക് വേഴ്സസ് IA ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ആർമേച്ചർ കറണ്ട്, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നമുക്കറിയാം സീരീസ് മോട്ടറിൽ ഫീൽഡും അതേപോലെ ആർമേച്ചറും എന്താണ്, സീരീസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കൺസ്ട്രക്ഷൻ ടൈപ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫീൽഡും അതായത് സീരീസ് മോട്ടറിൽ ഫീൽഡും അതേപോലെ ആർമേച്ചറും എന്താണ്, സീരീസ് ആണ്. അപ്പൊ അവിടെ ഫ്ലക്സ് ഉണ്ടാവുന്നത് ഏത് കാരണമാണ്? IA, ആർമേച്ചർ കറണ്ട് കാരണമാണ്. അല്ലെങ്കിൽ IA അതായത് ഫ്ലക്സ് ഉണ്ടാവുന്നത് എന്ത് കാരണമാണ്? ആർമേച്ചർ കറണ്ട് കാരണമാണ്. ഫീൽഡും അതേപോലെ ആർമേച്ചറും എന്താണ്, സീരീസ് ആണ്. അപ്പൊ IA ഈക്വൽ ടു IF എന്നുമാണ് നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പൊ ഫ്ലക്സ് ഉണ്ടാവുന്നത് ആര് കാരണമാണ്? ആർമേച്ചർ കറണ്ട് കാരണമാണ്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു IA. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫൈ ഇൻറ്റു IA. അതിൽ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് കാരണമാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു IA എന്ന് പറയാം അല്ലെ. ഫൈന്റെ സ്ഥാനത്ത് നമ്മൾ IA കൊടുക്കുക. അപ്പൊ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA ഇൻറ്റു IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA സ്ക്വയർ എന്ന് പറയും. IA ഇൻറ്റു IA, IA ഇൻറ്റു IA. ഫൈക്ക് പകരം നമ്മൾ IA കൊടുക്കുക. കാരണം ഫൈ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ IA ഉണ്ടാവുന്നത് കാരണമാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ ടോർക്കും അതേപോലെ ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക? നമുക്കറിയാം സ്ക്വയറിന്റെ ഗ്രാഫ് വരുന്നത് ഒരു പാരബോള ആയിട്ടാണ്. അപ്പോൾ Y ആക്സിസിൽ ടോർക്കും X ആക്സിസിൽ നമ്മൾ ആർമേച്ചർ കറണ്ടും കൊടുത്തു കഴിഞ്ഞാൽ ഈ ടോർക്ക് വേഴ്സസ് IA സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു പാരബോളയാണ് വരിക. അപ്പോൾ ടോർക്ക് വേഴ്സസ് IA ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പാരബോളയാണ് വരിക ഫോർ സ്മോളർ വാല്യൂ ഓഫ് IA. ഓക്കെ, സ്മോളർ വാല്യൂ ഓഫ് IAക്കാണ് നമുക്ക് പാരബോള വരുള്ളൂ. ഇനി കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാച്ചുറേഷനിലെത്തും. അപ്പൊ സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഫൈ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് IA. ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? IAനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് IA. അപ്പോൾ ഫൈ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് IA ആകുന്ന സമയത്ത് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA ആയിട്ട് മാറും അല്ലെ. ആഫ്റ്റർ സാച്ചുറേഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഇത് സാച്ചുറേഷനിലെത്തി, സാച്ചുറേഷൻ പോയിന്റ് ആണ് കരുതുക. ഓക്കെ, സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഫൈ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് IA. അപ്പൊ എന്താ സംഭവിക്കുക? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA എന്നായിട്ട് മാറും. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ മാറിയിട്ട് IA. അപ്പോൾ നേരെ ആകുമ്പോൾ ലീനിയർ റിലേഷൻ ആണ്. IA എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താ വരിക? സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക അല്ലെ, സ്ട്രെയിറ്റ് ലൈൻ ആണ് വരിക. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ടോർക്ക് വേഴ്സസ് IA ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ സ്മോളർ വാല്യൂ ഓഫ് IA ഇതൊരു പാരബോള ആയിട്ട് വരും. ഓക്കെ, ദെൻ എന്ത് ചെയ്യും? ലീനിയർ ആയിട്ട്, അതായത് IAക്ക് ഈ ലീനിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അവിടെ വേരിയേഷൻ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA. ഇതാണ് നമ്മുടെ DC സീരീസ് മോട്ടറിന്റെ ടോർക്ക് വേഴ്സസ് IA ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ? ഇനി DC സീരീസ് മോട്ടറിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് IA ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്കറിയാം EBയുടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വേഷൻ, സ്പീഡ് ഈസ് തൊട്ട് മുമ്പ് റിലേഷൻസിൽ പറഞ്ഞു N ഈസ് പ്രൊപ്പോർഷണൽ ടു EB ബൈ ഫൈ എന്ന് പറയും. N ഈസ് പ്രൊപ്പോർഷണൽ ടു EB ബൈ ഫൈ. അതിൽ സ്മോളർ ലോഡ് കറണ്ട് അല്ലെ, ചെറിയ ലോഡ് കറണ്ട് ആണെങ്കിൽ EB നമ്മൾ എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, EB എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. ബാക്ക് EMF സ്മോൾ ആയിരിക്കും. സ്മോൾ ലോഡ് കറണ്ട് ആണെങ്കിൽ EB സ്മോൾ ആയിരിക്കും. അപ്പൊ N പ്രൊപ്പോർഷണൽ ടു 1/5 എന്ന് പറയും. അല്ലെങ്കിൽ N ഈസ് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് എന്ന് പറയും അല്ലെ. നമുക്കറിയാം ഫൈ ഈസ് പ്രൊപ്പോർഷണൽ ടു IA. ഫൈ ഈസ് ഈക്വൽ ടു IA അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ടു IA. നമുക്കറിയാം സീരീസ് മോട്ടറിൽ IA ഈസ് ഈക്വൽ ടു IF ആണ്. അപ്പൊ IA കൂടുന്നതിനനുസരിച്ച് IF കൂടും. IF കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫ്ലക്സും കൂടും. അപ്പോൾ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു IA. അപ്പൊ നമുക്ക് പറയാം N സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/IA അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു IA അല്ലെ. എന്ന് പറഞ്ഞാൽ IA ആർമേച്ചർ കറണ്ട് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും, ആർമേച്ചർ കറണ്ട് കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടും. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെയാണ് വരിക നോക്കാം. നമ്മൾ X ആക്സിസിൽ സ്പീഡും Y ആക്സിസിൽ ആർമേച്ചർ കറണ്ടും എടുത്തു കഴിഞ്ഞാൽ ഫോർ സ്മോളർ വാല്യൂ ആണ്, അതായത് IA കുറയുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുതലായിരിക്കും. ദെൻ IA കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ നോക്ക്, ഹയർ വാല്യൂ ആകുമ്പോൾ EBയുടെ വാല്യൂ വരുന്നതിനനുസരിച്ച് നമ്മളെ സ്പീഡ് കുറയും അല്ലെ. ഹയർ ലോഡ് വരുന്ന സമയത്ത് EB എന്ത് ചെയ്യും? വാല്യൂ വരുന്ന സമയത്ത് ഇവിടെ സ്പീഡ് കുറയും. അതുകൊണ്ടാണ് നമ്മൾ DC സീരീസ് മോട്ടോർ ഒരിക്കലും നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളത് പറയുന്നത്. അതായത് ലോഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം നോ ലോഡ് ആണെങ്കിൽ, ലോഡ് ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ആയിരിക്കും വരിക.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇ ബിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ബാക്ക് EMF ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യും, ലോഡിലാണ് എപ്പോഴും സീരീസ് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാന്നർത്ഥം. ക്ലിയർ? DC സീരീസ് മോട്ടറിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന പേരിൽ അറിയപ്പെടും. സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ അറിയുന്ന റിലേഷൻ എന്തൊക്കെയാണ്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA അല്ലെ, നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ ആണ്. അതേപോലെ മറ്റൊരു റിലേഷൻ ആണ് N ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/φ നമുക്കറിയാം. മറ്റൊന്നാണ് φ ഈസ് പ്രൊപ്പോർഷണൽ ടു IA. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ലോഡ് കൂടുന്നതിനനുസരിച്ച് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, IA ഈസ് പ്രൊപ്പോർഷണൽ, അതായത് φ ഈസ് പ്രൊപ്പോർഷണൽ ടു IA അല്ലെ. അപ്പൊ IA ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടുന്നത് മാത്രമല്ല ടോർക്കും കൂടും അല്ലെ. അപ്പൊ IA ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സും കൂടും, അതേപോലെ ടോർക്കും കൂടും. ഓക്കെ, അപ്പൊ IA ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സും കൂടും, അതേപോലെ ടോർക്കും കൂടും. നമുക്ക് നോക്കി ഈ റിലേഷൻ തന്നെ മനസ്സിലാവും. IA ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സും കൂടും, അതേപോലെ ടോർക്കും കൂടും അല്ലെ. അപ്പോൾ ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫ്ലക്സ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പീഡ് ഡിക്രീസ് ചെയ്യും അല്ലെ. IA കൂടിക്കഴിഞ്ഞാൽ ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് എന്ത് സംഭവിക്കും? സ്പീഡ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡും ടോർക്കും തമ്മിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേണ്ടത് അല്ലെ. അപ്പൊ നോക്ക്, നമ്മൾ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഇവിടെ സ്പീഡ് എടുത്തു, ഇവിടെ ടോർക്ക് എടുത്തു. അപ്പൊ ടോർക്ക് IA കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടും. ടോർക്ക് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ടോർക്കും സ്പീഡും തമ്മിലുള്ളത് എന്താണ്? ടോർക്ക് അല്ലെങ്കിൽ ഫ്ലക്സ് കൂടുമ്പോൾ ടോർക്കും കൂടും എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ സ്പീഡും ടോർക്കും തമ്മിലുള്ള റിലേഷൻ, അതായത് ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ചെയ്യുക. അതേപോലെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അതായത് ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ചെയ്യുക. അപ്പൊ സീരീസ് മോട്ടറിൽ നമ്മൾ സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ ഈ ഒരു കർവാണ് നമ്മൾ വരിക. ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്ന കർവ്. ക്ലിയർ? അപ്പൊ നമ്മൾ സീരീസ് മോട്ടറിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് DC ഷണ്ട് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഈ പറഞ്ഞ 3 ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് DC ഷണ്ട് മോട്ടറിന്റെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതായത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്. ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് IA ക്യാരക്ടറിസ്റ്റിക്സ്. ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു DC ഷണ്ട് മോട്ടറിൽ ഫീൽഡ് വൈൻഡിങ് ഈസ് ഓൾമോസ്റ്റ് ഫീൽഡ് കറണ്ട് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ടെർമിനൽ വോൾട്ടേജും നമ്മളെ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടുക. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിട്ട്, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ടാണ് കിട്ടുക. അപ്പൊ DC ഷണ്ട് മോട്ടറിൽ ഫീൽഡ് കറണ്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ വോൾട്ടേജും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണെങ്കിൽ ഫ്ലക്സ് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്കറിയാം, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു φ ഇൻറ്റു IA എന്നാണ്. ഓക്കെ, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു φ ഇൻറ്റു IA. അതിൽ ഫ്ലക്സ് φ കോൺസ്റ്റന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA. അപ്പോൾ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ലീനിയർ റിലേഷൻ ആണ്. ടോർക്ക് കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആർമേച്ചർ കറണ്ട് കൂടുന്നതിനനുസരിച്ച് ടോർക്ക് കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ ടോർക്ക് ആർമേച്ചർ കറണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ ലീനിയർ വേരിയേഷൻ ആണ് നമുക്ക് DC ഷണ്ട് മോട്ടറിൽ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് കിട്ടുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, അതൊന്ന് നോക്കാം. രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, N ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ N പ്രൊപ്പോർഷണൽ ടു EB/φ എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അതിൽ ഷണ്ട് മോട്ടറിൽ φ കോൺസ്റ്റന്റ് ആണ് അല്ലെ, φ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. EB നമ്മൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് വെക്കുക. ഓക്കെ, EB ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു RSH. ഓക്കെ, ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും അതേപോലെ വോൾട്ടേജ് ഡ്രോപ്പും സ്മോൾ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ EB എന്താണ്? ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ EB കോൺസ്റ്റന്റ്, ഫൈയും കോൺസ്റ്റന്റ്. അപ്പൊ N എന്താണ്? സ്പീഡ് എന്താ വരിക? കോൺസ്റ്റന്റ് ആണ് വരിക. അപ്പോൾ നമുക്ക് പറയാം, സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ വരിക, സ്പീഡ് എന്താണ് വരിക? കോൺസ്റ്റന്റ് ആയിട്ടാണ് വരിക. ഇത് ഐഡിയൽ കേസിലാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കോൺസ്റ്റന്റ് ആയിട്ട് വരിക. പ്രാക്ടിക്കൽ കേസിൽ EB ചെറിയൊരു വേരിയേഷൻ വരുന്ന സമയത്ത് ഈ നമ്മുടെ സ്പീഡിലും ചെറിയ വേരിയേഷൻ വരും. പ്രാക്ടിക്കൽ കേസ് വരുന്ന സമയത്ത് കുറച്ച് താഴ്ത്തിട്ട് വരും. ഐഡിയൽ കേസിലാണ് സ്ട്രെയിറ്റ് ലൈൻ വരിക. പ്രാക്ടിക്കൽ കേസിൽ കുറച്ചൊന്ന് താഴ്ന്നിട്ട്, കാരണം EBയിൽ ചെറിയ വേരിയേഷൻ വരുമ്പോൾ സ്പീഡിലും വേരിയേഷൻ വരും. ഓക്കെ, ഇതാണ് സ്പീഡ് വേഴ്സസ് IA ക്യാരക്ടറിസ്റ്റിക്സ്. ക്ലിയർ? ഇനി DC ഷണ്ട് മോട്ടറിന്റെ മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സ്പീഡ് വേഴ്സസ്
ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞു DC ഷണ്ട് മോട്ടറിൽ ഫ്ലക്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA, അതേപോലെ സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു EB/φ. ഇതും നമ്മൾ പറഞ്ഞു, തൊട്ട് മുമ്പ് പറഞ്ഞു ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ സ്പീഡും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അവിടെ നമ്മൾ പറയാൻ വിട്ടുപോയി, സ്പീഡും ആർമേച്ചർ കറണ്ടും ഉള്ള റിലേഷൻ നമ്മൾ കോൺസ്റ്റന്റ് കിട്ടിയത് കൊണ്ടാണ്. എത്ര ആർമേച്ചർ കറണ്ട് വേരിയേഷൻ വരുത്തി കഴിഞ്ഞാലും നമുക്ക് സ്പീഡ് കോൺസ്റ്റന്റ് ആയി കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ DC ഷണ്ട് മോട്ടറിന്റെ കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടർ എന്ന് പറയാനുള്ള കാരണം. ഞാൻ അവിടെ പറയാൻ വിട്ടു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതും നമ്മൾ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആക്കിയിട്ടാണ് വെക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് IA കൂടുന്നതിനനുസരിച്ച്, ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടോർക്ക് കൂടും. പക്ഷെ സ്പീഡിന് എന്താ സംഭവിക്കുക? സ്പീഡിന് ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻ ഐഡിയൽ കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രാക്ടിക്കലിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫ് വരച്ച പോലെ തന്നെയാണ് സ്പീഡ് വേഴ്സസ് ടോർക്ക് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഐഡിയൽ കേസിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. പ്രാക്ടിക്കൽ കേസിൽ എന്താണ്, ചെറിയൊരു വേരിയേഷൻ അവിടെ നമ്മൾ കാണിക്കണം. ഓക്കെ, ഇതാണ് സ്പീഡ് വേഴ്സസ് ടോർക്ക്. അപ്പോൾ നമ്മൾ DC ഷണ്ട് മോട്ടറിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ക്ലിയർ? മൂന്നാമത്തെ മോട്ടർ നോക്കാം, DC കോമ്പൗണ്ട് മോട്ടർ. അപ്പോൾ DC കോമ്പൗണ്ട് മോട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പോൾ നമുക്ക് DC കോമ്പൗണ്ട് മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ 2 ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന്റെ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയാനുള്ള കാരണം എന്താ, ഒന്ന് സീരീസ് ആയിട്ടുണ്ടാവും, അതേപോലെ പാരലൽ ഷണ്ട് ആയിട്ടും, അങ്ങനെ 2 ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും ഇതിൽ DC കോമ്പൗണ്ട് മോട്ടർ. അതുകൊണ്ടാണ് അതിനെ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഫ്ലക്സും അതേപോലെ ഷണ്ട് വൈൻഡിങ്ങിൽ ഉണ്ടാവുന്ന ഫ്ലക്സും തമ്മിൽ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, സെയിം നേച്ചർ ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ അഡിറ്റീവ് നേച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആഡപ്പ് ചെയ്യുക ഫ്ലക്സ്. അപ്പൊ അതിന് പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയും. അതായത് സീരീസ് ഫ്ലക്സും ഷണ്ട് ഫ്ലക്സും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അഡിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ ആഡപ്പ് ചെയ്യുക ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയും. ഇനി സീരീസ് വൈൻഡിങ്ങിലുള്ള ഫ്ലക്സും അതേപോലെ ഷണ്ട് വൈൻഡിങ്ങിലെ ഫ്ലക്സും, സീരീസ് ഫ്ലക്സും ഷണ്ട് ഫ്ലക്സും തമ്മിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ സബ്ട്രാക്ട് ചെയ്യുക സബ്ട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ എന്ന് പറയും. നമ്മൾ നേരത്തെ ഇതൊക്കെ പറഞ്ഞതാണ്, നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ, അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ നമ്മളിവിടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും മാത്രമാണ് നോക്കുന്നത്. കോമ്പൗണ്ട് മോട്ടറിന്റെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് വേഴ്സസ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സും, അതേപോലെ മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സും. അതിൽ ആദ്യത്തെ നോക്കാം, നമ്മുടെ ഫസ്റ്റ്, അതായത് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. ഓക്കെ, ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടറിൽ നമുക്കറിയാം ആസ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്യുമുലേറ്റീവിൻ്റെ ഡിഫറൻഷ്യൽ രണ്ടും നമ്മൾ നോക്കും. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും അല്ലേ, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. അതായത് ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, അത് സെയിം ഡയറക്ഷൻ ആണ്, അഡിക്റ്റീവ് ഇൻ നേച്ചർ, രണ്ടും കൂടി ആഡ് ചെയ്യുക. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ടോർക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും, അഡിക്റ്റീവ് നേച്ചർ ആയതുകൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ടോർക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മളെ നേരത്തെ വരച്ച ഷണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനേക്കാളും, അതായത് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ടിൽ നമ്മൾ ഷണ്ട് മോട്ടറിന്റെ ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് വരച്ചു. ലീനിയർ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ആണ്, ഇത് ഷണ്ടിൻ്റെതാണ്. അപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവിന്റെ വരുന്ന സമയത്ത് അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും ക്യുമുലേറ്റീവ് വരുന്ന സമയത്ത് ഷണ്ടിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വരിക. ഇതാണ് ക്യുമുലേറ്റീവിന്റെ. ഓക്കെ, ഇനി ഡിഫറൻഷ്യലിന്റെ നോക്കാം. ഡിഫറൻഷ്യൽ കോമ്പൗണ്ട്. ഓക്കെ, ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൽ എന്താ സംഭവിക്കുക, ഇതേപോലെ തന്നെയാണ്. ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുക. കാരണം എന്താ, ഫ്ലക്സ് ഡിക്രീസ് ചെയ്യാനുള്ള കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ സബ്ട്രാക്ട് ചെയ്യുക. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടോർക്ക് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഷണ്ടിനേക്കാളും കുറച്ചെന്തായിരിക്കും, കുറവായിരിക്കും ആരിലുണ്ടാവുക, ഡിഫറൻഷ്യലിൽ. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ഷണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, കുറച്ച് ഇൻക്രീസ് ചെയ്യും ക്യുമുലേറ്റീവില്, കുറച്ച് ഡിക്രീസ് ചെയ്യും ഡിഫറൻഷ്യലി. ക്ലിയർ? ഇതാണ് ടോർക്ക് വേഴ്സസ് ആർമേച്ചർ കറണ്ട് ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ക്യുമുലേറ്റ്, അതായത് നമ്മുടെ DC കോമ്പൗണ്ട് മോട്ടറിന്റെ അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പൊ ഇവിടെയും നമ്മൾ ക്യുമുലേറ്റീവിന്റെ ഡിഫറൻഷ്യലിന്റെ നോക്കണം. അപ്പൊ ആദ്യം ക്യുമുലേറ്റീവില്
ക്യുമുലേറ്റീവിൽ എന്താ സംഭവിക്കുക? നേരത്തെ പറഞ്ഞ പോലെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? അഡിറ്റീവ് നേച്ചറാണ്, ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ടോർക്കും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഷണ്ട് മോട്ടറിൽ നോക്കുക, നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് നേരത്തെ വരച്ചു, ഷണ്ടിന്റെ നമ്മൾ വരച്ചു, അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മുടെ സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്. ഷണ്ടിൽ നമ്മൾ കോൺസ്റ്റന്റ് സ്പീഡ്, പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരച്ചു. ഓക്കെ, ഇതാണ് ഷണ്ടിൻ്റെത്. ഓക്കെ, ഷണ്ടിൻ്റെത്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവിൽ വരുന്നതിന് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോഡൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യും. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്യും. ഇവിടെ നമുക്ക് ടോർക്ക് അല്ല, സ്പീഡാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പീഡിന് എന്താ സംഭവിക്കുക? സ്പീഡ് ഡിക്രീസ് ചെയ്യുക. ടോർക്കിന് ആവശ്യമില്ല, നേരത്തെ പറഞ്ഞത് സ്പീഡ് ഡിക്രീസ് ചെയ്യുക സംഭവിക്കുക അല്ലെ. അപ്പോൾ ടോർക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്പീഡ് ഡിക്രീസ് ചെയ്യാൻ സംഭവിക്കുക. ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡ്രോപ്പിംഗ് ഉണ്ടാവും. നേരത്തെ അപേക്ഷിച്ച് ക്യുമുലേറ്റീവിൽ എന്ത് ചെയ്യും? ചെറിയൊരു ഡ്രോപ്പിംഗ് ഉണ്ടാവും. ക്യുമുലേറ്റീവ് സ്പീഡ് ഡിക്രീസ് ചെയ്യുക, ചെറിയൊരു ഡ്രോപ്പിംഗ് ഉണ്ടാവും ക്യുമുലേറ്റീവ് ഇതില്, പിന്നെ കോമ്പൗണ്ട് മോട്ടറിൽ. ഇനി ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിലോ? ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടറിൽ ഇതേപോലെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും അല്ലെ. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സ്പീഡ് എന്താ സംഭവിക്കുക? സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ചെറിയൊരു ഇൻക്രീസ്, അതായത് ഷണ്ടിനേക്കാളും കുറച്ചൊരു ഇൻക്രീസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ചെറിയൊരു ഇൻക്രീസ് ഷണ്ടിനേക്കാളും ആർക്കുണ്ടാവും? ഡിഫറൻഷ്യൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് സ്പീഡ് വേഴ്സസ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ്, മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്ക്, നമ്മൾ ഇന്ന് പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് DC മോട്ടറാന്ന് ചോദിച്ചത്. സീരീസ് മോട്ടർ പഠിച്ചത്. സീരീസ് മോട്ടർ അതിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. അതേപോലെ ഷണ്ട് മോട്ടർ 3 ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. അതേപോലെ കോമ്പൗണ്ട് മോട്ടറിൽ നമ്മൾ ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സും നോക്കി. എളുപ്പമാണ്. ചെറിയ ആ ഒരു, നമ്മൾ നേരത്തെ ഒരു റിലേഷൻ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു റിലേഷൻ. ഓക്കെ, ബാക്ക് EMF ഒന്ന് കൊണ്ടുവന്ന ആ റിലേഷനും, അതേപോലെ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × IA എന്ന് പറഞ്ഞ ആ റിലേഷനും, അതായത് N ഈസ് പ്രൊപ്പോർഷണൽ ടു 5 അല്ലെങ്കിൽ EB/5 എന്നുള്ള ഒരു റിലേഷനും, രണ്ടാമത്തത് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × I. ആ 2 റിലേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും ഗ്രാഫ്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വരച്ച് പഠിക്കുക, നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.